ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ഇത്തിരി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളെപ്പോഴും സവാളയൊക്കെ വഴറ്റി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാറ്. അതൊന്നും ചെയ്യാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2-3 സവാള ചെറുതാക്കി എരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ആ സവാളയൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ 1 കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടിയും വിനീഗറൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെക്കുക. അപ്പോഴാണ് ഈ മസാലകളൊക്കെ നല്ലപോലെ ആ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. എത്ര സമയം ഈ മസാല പുരട്ടിയിട്ട് വെക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇതിലെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ആ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ വേവിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. 1/4 ഭാഗം വേവാകുമ്പോൾ നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി ജസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞതും എരിവ് നോക്കിയിട്ട് 1-2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്തപ്പോൾ ബാക്കിയുണ്ടായ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ വെന്ത് നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി വെള്ളം അധികം തോന്നുകയാണെങ്കിൽ മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം വേഗം വറ്റിക്കോളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പിന്നെ സെക്കൻഡ് ടൈം നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.